നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാടകീയമായ നീക്കങ്ങൾക്കും മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കുമൊടുവിൽ സംസ്ഥാനത്തെ പുതിയ UDF മന്ത്രിസഭയുടെ ചിത്രം ഇന്ന് തെളിയും. മണിക്കൂറുകൾ മാത്രമാണുള്ളത്. 20 അംഗ മന്ത്രിമാരുടെ പൂർണ്ണമായ പട്ടിക ഇന്ന് ഉച്ചയോടെ മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറുമെന്നാണ് സൂചന. വകുപ്പ് വിഭജനത്തിലും മന്ത്രിമാരുടെ കാര്യത്തിലും ഇന്നലെ രാത്രിയോടെ ഏകദേശം ധാരണയായിട്ടുണ്ട്. നാളെ എല്ലാ മന്ത്രിമാരും ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ ഗവർണർക്ക് പട്ടിക കൈമാറുമെന്നാണ്. അതിനുശേഷമായിരിക്കും തീരുമാനം പുറത്തുവരിക. നാളെ എല്ലാ മന്ത്രിമാരും ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന രീതിയിലാണ് എല്ലാം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. UDF മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിൽ അന്തിമ തീരുമാനം ഇന്നാണ് വരുന്നത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പത്രസമ്മേളനം വിളിച്ച് പേരുകൾ പ്രഖ്യാപിക്കും. മന്ത്രിമാരുടെ വകുപ്പുകളും ഇന്നറിയാം. ഇതിനോടകം തന്നെ ഏതൊക്കെ നേതാക്കന്മാർ ഏതൊക്കെ വകുപ്പുകൾ ഭരിക്കാനാണ് പോകുന്നത് എന്ന് പല മാധ്യമങ്ങളും പല ഊഹാപോഹങ്ങളും പുറത്തേക്ക് വിടുന്നുണ്ട്. ഇതിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുമെന്നുള്ള കാര്യങ്ങൾ ഏകദേശം എല്ലാ മാധ്യമങ്ങളിലും ഉറപ്പിച്ചു തന്നെയാണ് പറയുന്നത്. ഏതായാലും ഇന്ന് ഗവർണർക്ക് പട്ടിക കൈമാറിയതിനു ശേഷം മാത്രമായിരിക്കും പേരുകൾ പുറത്തേക്ക് വരികയുള്ളൂ. സ്പീക്കർ സ്ഥാനത്തേക്ക് 3 പേരാണ് പരിഗണനയിലുള്ളത്. N ശക്തൻ, റോജി M ജോൺ, VT ബൽറാം എന്നിവരും പരിഗണനയിലുണ്ട്. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് ലഭിക്കാനും സാധ്യതയുണ്ട്. K മുരളീധരൻ ആരോഗ്യ വകുപ്പും AP അനിൽകുമാറിന് ടൂറിസം എക്സൈസ് വകുപ്പുകളും ലഭിച്ചേക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തേക്കുമെന്നാണ് വിവരം. PC വിഷ്ണുനാഥനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യത. ഒപ്പം CP ജോണിന് സഹകരണ വകുപ്പ് നൽകാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് ധനവകുപ്പിന് പുറമെ തുറമുഖ വകുപ്പും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വനിതാ മന്ത്രിയായ ബിന്ദു കൃഷ്ണയ്ക്ക് സാമൂഹ്യനീതി വകുപ്പാകും കിട്ടുക. കേരള കോൺഗ്രസിന്റെ മന്ത്രിയായ മോൻസ് ജോസഫിനെ ജലവിഭവ വകുപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിന് 2011 വകുപ്പുകൾ തന്നെ കിട്ടിയേക്കും. ശനിയാഴ്ച മുഴുനീളെ നീണ്ട ഉഭയകക്ഷി ചർച്ചകൾക്കും കോൺഗ്രസ് നേതാക്കളുടെ മാരത്തോൺ കൂടിയാലോചനകൾക്കും ഒടുവിലാണ് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നണി സമവായത്തിലെത്തിയത്. ഘടകകക്ഷികളുടെ അവകാശവാദങ്ങളും കോൺഗ്രസിനുള്ളിലെ താല്പര്യങ്ങളും ഒരുപോലെ പരിഗണിച്ചുള്ള ഫോർമുലയാണ് ഒടുവിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ACC പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളിൽ വകുപ്പുകളെ ചൊല്ലിയുള്ള കടുംപിടുത്തങ്ങൾ പലതും അയഞ്ഞു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുന്നതാണ് പുതിയ പട്ടികയിലെ പ്രധാന ആകർഷണം. ഹൈക്കമാൻഡ് പ്രതിനിധികളായ VD സതീശനും KC വേണുഗോപാലും നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത ചർച്ചകൾക്കൊടുവിലാണ് ചെന്നിത്തല വഴങ്ങിയത്. അതീവ പ്രാധാന്യമുള്ള ആഭ്യന്തരവും വിജിലൻസും ചെന്നിത്തലയ്ക്ക് നൽകാൻ ധാരണയായിട്ടുണ്ട്. ഇതോടെ ഭരണമുന്നണിയിലെ അധികാര സമവാക്യങ്ങളിൽ വലിയൊരു തർക്കത്തിനാണ് പരിഹാരമായത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം നിർണായകമായ ധനകാര്യ വകുപ്പും VD സതീശൻ തന്നെ കൈവശം വയ്ക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ധനകാര്യത്തിന് പുറമെ തുറമുഖ വകുപ്പും സതീശന്റെ കീഴിലാകാനുള്ള സാധ്യതയുണ്ട്. K മുരളീധരനെ ആരോഗ്യ വകുപ്പിലേക്ക് പരിഗണിക്കണമെന്ന് ചർച്ചകളിൽ ശക്തമായ ആവശ്യമുയർന്നിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പും M ലിജുവിന് എക്സൈസ് വകുപ്പ് നൽകാനാണ് നിലവിലെ ധാരണ. 22 MLA-മാരുള്ള മുസ്ലിം ലീഗിനെ 5 മന്ത്രിസ്ഥാനങ്ങൾ മുന്നണി നൽകിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ എന്നിവരുടെ കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള 3 സ്ഥാനങ്ങളിലേക്ക് പാർക്കിൽ അബ്ദുള്ള, PK ബഷീർ, KM ഷാജി, VE അബ്ദുൾ ഗഫൂർ, AKM അഷ്റഫ്, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരാണ് പരിഗണനയിലുള്ളത്. AK മുനീറിനെ ക്യാബിനറ്റ് പദവിയോടെയുള്ള മറ്റേതെങ്കിലും പ്രധാന ചുമതല നൽകിയേക്കും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നിരുന്നുവെങ്കിലും 5 MLA-മാർക്ക് 1 മന്ത്രി എന്ന സമവാക്യത്തിലേക്ക് ഒടുവിൽ കാര്യങ്ങളെത്തി. മോൻസ് ജോസഫ് മന്ത്രിയാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അവർ ആവശ്യപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിന് പകരം കൃഷി വകുപ്പ് നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒറ്റ അംഗമുള്ള ചെറുകക്ഷികളിൽ CMP നേതാവ് CP ജോണിനാണ് 5 വർഷവും മന്ത്രിസ്ഥാനം നൽകാൻ ധാരണയായിട്ടുണ്ട്. ഗതാഗത വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ സഹകരണ വകുപ്പോ
അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ജലവിഭവ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ള RSPയിൽ നിന്ന് ഷിബു ബേബി ജോൺ വീണ്ടും മന്ത്രിസഭയിലെത്തും. കേരള കോൺഗ്രസ് നേതാവ് അനൂപ് ജേക്കബും KDP നേതാവ് മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കാനാണ് ധാരണയായതെങ്കിലും ടേം വ്യവസ്ഥയിൽ കാപ്പൻ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് മന്ത്രിമാരുടെ അന്തിമ പട്ടിക ഇന്ന് AICC ദേശീയ നേതൃത്വത്തിന് രാവിലെ കൈമാറും. ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക അനുമതി ലഭിച്ച ശേഷമായിരിക്കും ഉച്ചയോടെ പ്രഖ്യാപനം ഉണ്ടാവുക. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നിരയിൽ നിന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുള്ളത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ ജാതി പ്രാദേശിക സമവാക്യങ്ങൾ പാലിക്കാൻ കോൺഗ്രസ് നേതൃത്വം കടുത്ത ജാഗ്രത പുലർത്തുന്നത്. മുസ്ലിം ലീഗ് തങ്ങളുടെ കോട്ടയിൽ എറണാകുളത്ത് നിന്നുള്ള VE അബ്ദുൽ ഗഫൂറിനെ ഉൾപ്പെടുത്തിയാൽ കോൺഗ്രസ് പട്ടിക മാറും. അങ്ങനെ വന്നാൽ എറണാകുളത്ത് നിന്നുള്ള അൻവർ സാദത്തിന് സാധ്യത മങ്ങുകയും പകരം ഷാനിവാർ ഉസ്മാനോ T സിദ്ദിഖിനോ മന്ത്രിസ്ഥാനത്തേക്ക് വഴി തുറക്കുകയും ചെയ്യും. IC ബാലകൃഷ്ണൻ പരിഗണിക്കപ്പെട്ടാൽ സിദ്ദിഖിന്റെ സാധ്യതകൾ കുറയും. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും സണ്ണി ജോസഫിന് പുറമെ യുവനിരയിൽ നിന്നുള്ള റോജി M ജോൺ, ചാണ്ടി ഉമ്മൻ, മാത്യു കുഴൽനാടൻ എന്നിവരാണ് കോൺഗ്രസിന്റെ പരിഗണനാ പട്ടികയിലുള്ളത്. ഇതുകൂടാതെ VT ബൽറാമിന്റെ പേരും സജീവമായി ചർച്ചകളുണ്ട്. സ്പീക്കർ, ചീഫ് വിപ്പ് പദവികളിലേക്ക് ആരെല്ലാം വരുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ 4 പേരുടെ മന്ത്രിസ്ഥാന കാര്യത്തിൽ അന്തിമമായ തീരുമാനമുണ്ടാവുക. മുഖ്യമന്ത്രി അടക്കം 21 അംഗ ക്യാബിനറ്റ് ആണ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി അടക്കം 11 പേരുണ്ടാകുമെന്ന് ഉറപ്പായി. ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനങ്ങളിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല. ഇക്കാര്യത്തിലൊക്കെ ഇന്ന് ഉച്ചയോടെ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെ തിരക്കിട്ട നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം ഒരു ചിത്രം തെളിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.